C++ലെ ഫയൽസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഫയൽ തുറക്കുന്നത്, ഫയലിലെ ഡാറ്റ റീഡ് ചെയ്യുന്നത്, ഒരു ഫയലിൽ ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്, ചില ഉദാഹരണങ്ങൾ. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110, GCC കമ്പൈലർ വെർഷൻ 4.6.1. ഫയലിന്റെ ആമുഖത്തോടെ തുടങ്ങാം. ഡേറ്റകളുടെ ശേഖരത്തെ ഫയൽ എന്ന് പറയുന്നു. ഇത് ഒരു ഡേറ്റാബേസ്, ഒരു പ്രോഗ്രാം, ഒരു അക്ഷരം, അങ്ങനെ എന്തുമാകാം. നമുക്ക് ഒരു ഫയൽ സൃഷ്ടിച്ച് അത് Cൽ ആക്സസ് ചെയ്യാം. Cൽ ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഉദാഹരണം നോക്കാം. ഞാനൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അത് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മുടെ ഫയലിന്റെ പേര് file.c. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു ഫയൽ സൃഷ്ടിച്ച് ഡാറ്റ അതിൽ റൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കോഡ് വിശദമാക്കട്ടെ. ഇത് ഹെഡർ ഫയൽ. ഇത് മെയിൻ ഫങ്ഷൻ. ഒരു ഫയൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതിനായി നമ്മൾ ഫയൽ ടൈപ്പ് ഉപയോഗിക്കുന്നു. ഹെഡർ stdio.hന് താഴെ ഫയൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഫയൽ വേരിയബിളിന്റെ പോയിന്റർ ആണ് $fp. ആ ഫയലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, അതായത് പേര്, സ്റ്റാറ്റസ്, നിലവിലുള്ള വിവരങ്ങൾ എന്നിവ സ്റ്റോർ ചെയ്യുന്നു. സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. ഒരു ഫയൽ തുറക്കുന്നതിനുള്ള ഘടന നോക്കാം. fopen ഫങ്ഷൻ ഒരു സ്ട്രീം തുറക്കുന്നു. എന്നിട്ടിത് ഈ സ്ട്രീമിലേക്ക് ഫയൽ ലിങ്ക് ചെയ്യുന്നു. നമുക്ക് പുതുതായി സൃഷ്ടിക്കുവാനോ തുറക്കുവാനോ ഉള്ള ഫയലിന്റെ പേരാണ് ഫയൽ നെയിം. ഫയൽ നെയിമിന്റെ കൂടെ അതിന്റെ പാത്തും നൽകാൻ കഴിയുന്നു. അതുപോലെ എക്സ്റ്റൻഷനും നൽകാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് ഫയലിന്റെ മോഡ് നൽകാം. പലതരത്തിലുള്ള മോഡ്സ് നോക്കാം. W റീഡും റൈറ്റും ചെയ്യാനുള്ള ഫയൽ സൃഷ്ടിക്കുന്നു. R റീഡ് ചെയ്യാനുള്ള ഫയൽ തുറക്കുന്നു. A ഒരു ഫയലിന്റെ അവസാന ഭാഗത്ത് റൈറ്റ് ചെയ്യുന്നതിന്. ഇപ്പോൾ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇവിടെ റൈറ്റ് മോഡിലുള്ള sample.txt ഫയൽ സൃഷ്ടിക്കുന്നു. പാത്ത് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഫയൽ സൃഷ്ടിക്കപ്പെടുന്നു. എന്നിട്ട് ഫയലിലേക്ക് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ റൈറ്റ് ചെയ്യുന്നു. വെൽക്കം ടു ദി സ്പോക്കൻ ട്യൂട്ടോറിയൽ. ദിസ് ഈസ് ആൻ ടെസ്റ്റ് എക്സാമ്പിൾ. fprintf ഔട്ട്പുട്ട് നിലവിലെ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് റൈറ്റ് ചെയ്യുന്നു. fclose ആ സ്ട്രീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ. Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു. കമ്പൈൽ ചെയ്യാൻ gcc സ്പേസ് file.c സ്പേസ് -o സ്പേസ് ഫയൽ ടൈപ്പ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാൻ .file ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ഫയൽ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇത് പരിശോധിക്കാം. ഹോം ഫോൾഡർ തുറക്കാം. ഹോം ഫോൾഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് sample.txt ഫയൽ. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഫയൽ വിജയകരമായി സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ്. അത് തുറക്കട്ടെ. ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആ സന്ദേശങ്ങൾ കാണാം. വെൽക്കം ടു ദി സ്പോക്കൻ ട്യൂട്ടോറിയൽ. ദിസ് ഈസ് ആൻ ടെസ്റ്റ് എക്സാമ്പിൾ. ഇങ്ങനെയാണ് ഒരു ഫയൽ സൃഷ്ടിക്കുന്നതും ഒരു ഡാറ്റ അതിൽ റൈറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ഫയലിൽ നിന്നും ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. പ്രോഗ്രാം നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് തുറക്കാം. ഈ പ്രോഗ്രാമിൽ sample.txt ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുകയും കൺസോളിൽ അത് പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നു. കോഡ് വിശദമാക്കട്ടെ. ഇത് ഹെഡർ ഫയൽ. ഇത് മെയിൻ ഫങ്ഷൻ. ഇവിടെ ഒരു ഫയൽ വേരിയബിളും ഫയൽ വേരിയബിളിലേക്ക് ഒരു പോയിന്ററും ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ C ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ റീഡ് മോഡിൽ ഫയൽ sample.txt തുറക്കുന്നു. ഔട്ട്പുട്ട് fpൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കണ്ടീഷൻ fp ഈസ് ഈക്വൽ ടു null പരിശോധിക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സന്ദേശം പ്രിന്റ് ചെയ്യുന്നു. ഫയൽ ഡസന്റ് എക്സിസ്റ്റ്. അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ C ഈസ് നോട്ട് ഈക്വൽ ടു EOF പരിശോധിക്കുന്നു. ഇവിടെ EOF എൻഡ് ഓഫ് ഫയലാണ്. ഇത് ഇൻപുട്ടിന്റെ അവസാനം സൂചിപ്പിക്കുന്നു. ഒരു ഡാറ്റ സോഴ്സിൽ നിന്നും കൂടുതൽ ഡേറ്റകൾ റീഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ കൺസോളിൽ
sample.txtയിൽ നിന്നുമുള്ള അക്ഷരങ്ങൾ കാണിക്കുന്നു. ഇവിടെ getC ഒരു പ്രത്യേക ഫയലിൽ നിന്നോ സ്ട്രീമിൽ നിന്നോ ഒരു ക്യാരക്ടർ റിട്ടേൺ ചെയ്യുന്നു. ഇപ്പോൾ ഇത് sample.txt ഫയലിൽ നിന്നും ഒരു ക്യാരക്ടർ റിട്ടേൺ ചെയ്യുന്നു. കൺസോളിൽ ഒരു ക്യാരക്ടർ കാണിക്കുന്നതിനായി putchar ഉപയോഗിക്കുന്നു. എന്നിട്ടിത് വേരിയബിൾ Cൽ ഈ ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ. ടെർമിനലിലേക്ക് തിരികെ വരിക. കമ്പൈൽ ചെയ്യാൻ gcc സ്പേസ് readfile.c സ്പേസ് -o സ്പേസ് read ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാനായി .read ടൈപ്പ് ചെയ്യുക. ഔട്ട്പുട്ട് വെൽക്കം ടു തെ സ്പോക്കൻ ട്യൂട്ടോറിയൽ. ദിസ് ഈസ് ആൻ ടെസ്റ്റ് എക്സാമ്പിൾ. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്ലൈഡിലേക്ക് പോകാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത്: ഫയൽ കൈകാര്യം ചെയ്യുന്നത്, ഒരു ഫയലിൽ ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. ഉദാഹരണം fp fopen sample.txt, w. ഒരു ഫയലിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നത്. ഉദാഹരണം fp fopen sample.txt, r. ഒരു അസൈൻമെന്റ്: ടെസ്റ്റ് ഫയൽ സൃഷ്ടിക്കുവാനുള്ള ഒരു പ്രോഗ്രാം എഴുതുക. ടെസ്റ്റ് ഫയലിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും റൈറ്റ് ചെയ്യുക. C പ്രോഗ്രാം ഉപയോഗിച്ച് ഇത് കൺസോളിൽ കാണിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.